ഹായ് ഓൾ. അടുത്തതായി നമുക്ക് ഇംപിഡൻസ് മാച്ചിങ് എന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇംപിഡൻസ് മാച്ചിങ് അതിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ വെൻ ദ ലൈൻ ഈസ് ടെർമിനേറ്റഡ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ട്രാൻസ്മിഷൻ ഇതാണ് ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ, അതായത് ഈ സൈഡിൽ എന്തുണ്ടാകും, നമ്മൾ റിസീവിങ് എൻഡിൽ ലോഡ് ഉണ്ടാകും. ഓക്കെ, ലോഡ് ഉണ്ടാകും. ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് എന്തുണ്ടാകും, ഒരു ഇമ്പിഡൻസ് ഉണ്ടാകും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് വന്നിട്ട്. ഓക്കെ, അപ്പൊ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും ലോഡ് ഇമ്പിഡൻസും എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിലാണ് എന്ത് ചെയ്യുക, മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഈസ് ലോഡ് ഇമ്പിഡൻസ് ഈസ് ഇക്വൽ ടു എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. ZL ഈസ് ഇക്വൽ ടു Z0. ഓക്കെ, അപ്പോൾ ZL എന്നുള്ളതാണ് ലോഡ് ഇമ്പിഡൻസ്, Z0 എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. എ ട്രാൻസ്മിഷൻ ലൈൻ സാറ്റിസ്ഫൈ അബോവ് കണ്ടീഷൻ ഈസ് കാൾഡ് മാച്ച്ഡ് ലൈൻ. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ലൈന് ഈ രണ്ട് ZL ഈക്വൽ ടു Z0 ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, മാച്ച്ഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു മാച്ച്ഡ് ലൈൻ ആണെങ്കിൽ അതിന് എന്തായിക്കാരം, റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു എന്തായിക്കാരം, 0 ആയിക്കാരം. ഓക്കെ, അപ്പോൾ SWR ഈസ് ഈക്വൽ ടു എന്തായിക്കാരം, 1 ആയിക്കാരം. ഓക്കെ, അതായത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ്, നോ റിഫ്ലക്ഷൻ. പക്ഷെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ എ ട്രാൻസ്മിഷൻ ലൈൻ ഹാവ് ഇംപിഡൻസ് മിസ്മാച്ച്. ഓക്കെ, അതായത് ZL നോട്ട് ഈക്വൽ ടു Z0 ആയിക്കാരം എന്ത്, പ്രാക്ടിക്കലി ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് മെത്തേഡ്സ് ഉപയോഗിക്കും. ഓക്കെ, അതാണ് എന്ത്, ഒന്നാമതാണ് എന്ത്, ട്രാൻസ്ഫോമർ മാച്ച്. രണ്ടാമത് ലംബ്ഡ് എലമെന്റ് മാച്ചിങ്. മൂന്നാമത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ. നാലാമത് സ്റ്റെപ്പ് മാച്ച്. ഓക്കെ, അപ്പൊ അതിൽ ഓരോന്നും നോക്കുക. ഇപ്പോൾ ട്രാൻസ്ഫോർമർ മാച്ചിങ് നോക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫോർമർ മാച്ചിങ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണ് വിത്ത് സ്യൂട്ടബിൾ ടെൻ റേഷ്യോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലൈൻ ഇമ്പിഡൻസ് 25 ഓം ഉണ്ട്. അത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എത്രയാണ്, 25 ഓം ആണ്. ഇവിടെ ലോഡ് ഇമ്പിഡൻസ് എത്രയാണ്, 100 ഓം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 25 ഈക്വൽ ടു 100 ആണോ, അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ എന്തുണ്ട്, ഒരു മിസ്മാച്ച് സംഭവിക്കും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണ്. ഓക്കെ, ആ ട്രാൻസ്ഫോമറിന് എന്തുണ്ടാകും, ഒരു 10 റേഷ്യോ ഉണ്ടാകും. ഓക്കെ, കൺസിഡർ എ ലൈൻ വിത്ത് ഇമ്പിഡൻസ് 25 ഓം ആൻഡ് ലോഡ് ഇമ്പിഡൻസ് വിത്ത് 100 ഓം. ഓക്കെ, അപ്പൊ ഇതിന്റെ ടേൺ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, പ്രൈമറി ഡിവൈഡ് ബൈ സെക്കൻഡറി ഈക്വൽ ടു 10 റേഷ്യോന്റെ സ്ക്വയർ എന്നാണ്. ഓക്കെ, 10 റേഷ്യോന്റെ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, 10 റേഷ്യോ എന്ന് വെച്ചാൽ അത് അറിയില്ല, പ്രൈമറി ടേൺ ഡിവൈഡ് ബൈ സെക്കൻഡറി ടേൺ, അതായത് നമ്പർ ഓഫ് വൈൻഡിങ് ഉണ്ടല്ലോ. ഓക്കെ, നമ്പർ ഓഫ് വൈൻഡിങ് ആണ് എന്ത്, പ്രൈമറി ടേൺ. സെക്കൻഡറി വൈൻഡിങ് എന്ന് വെച്ചാൽ സെക്കൻഡറിത്തെ എത്രത്തോളം വൈൻഡിങ് ഉണ്ട്, അതാണ് എന്ത് 10 റേഷ്യോ എന്നുള്ളത്. ഓക്കെ, അതാണ് എന്ത് 10 റേഷ്യോ എന്നുള്ളത്. ഓക്കെ, പിന്നെ Z1/Z2 ഈക്വൽ ടു N സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ട്. ഇവിടെ Z1 എന്നുള്ളത് എത്രയാണ്, പ്രൈമറിത്തെ 25, Z2 എന്ന് വെച്ചാൽ സെക്കൻഡറിത്തെ 100 ഈക്വൽ ടു N സ്ക്വയർ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 1/4 ഈക്വൽ ടു N സ്ക്വയർ കിട്ടും. N ഈക്വൽ ടു എന്നിട്ടും 1/2 നിൽക്കാം. അപ്പോൾ 1/2 റേഷ്യോ ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ബൈ യൂസിങ് എ ട്രാൻസ്ഫോർ വിത്ത് സ്യൂട്ടബിൾ ടെൻ റേഷ്യോ, ഹിയർ 1:2 ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും ഈക്വൽ ആക്കാം. ലോഡ് ഇമ്പിഡൻസും ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും കൂടി എന്താ ചെയ്യുക, നമുക്ക് ഈക്വൽ ആക്കാം. ഓക്കെ, അതാണ് എന്ത് ഫസ്റ്റത്തെ മെത്തേഡ്. രണ്ടാമത് ലംബ്ഡ് എലമെന്റ് മാച്ചിങ്. ഓക്കെ, ലംബ്ഡ് എലമെന്റ്സ് എന്ന് വെച്ചാൽ ലംബ്ഡ് എലമെന്റ് ഇംപെഡൻസ് മാച്ചിങ് വി യൂസ് ഓൺലി കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, ലംബ്ഡ് എലമെന്റ്സ് എന്ന് വെച്ചാൽ കപ്പാസിറ്ററും ഇൻഡക്ടറും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് പറയാം, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് നമ്മൾ പറയുന്നു √L/C എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കപ്പാസിറ്ററും ഇൻഡക്ടറും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലോഡ് ഇംപെഡൻസ് ഈക്വൽ ആയിട്ട് Z0 എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്താണ് ലംബ്ഡ് എലമെന്റ് മാച്ചിങ്. മൂന്നാമത്തെ എന്താണ്, ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം.
അതായത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ എ ട്രാൻസ്മിഷൻ ലൈൻ ഓഫ് ലെങ്ത് λ/4 ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ട്രാൻസ്മിഷൻ ലൈൻ ഫോർ ഇംപിഡൻസ് മാച്ചിങ്. നമ്മൾ ഇത് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു എക്സ്ട്രാ ഒരു ട്രാൻസ്മിഷൻ ലൈനും കൂടി ഓക്കെ λ/4 എന്ന് വെച്ചാൽ എന്താ വേവ് ലെങ്ത് 1/4 ഓഫ് ഒറിജിനൽ വേവ് ലെങ്ത്തിന്റെ ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനും കൂടി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ അതാണ് എന്ത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ എന്നുള്ളത്. ഓക്കെ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ λ/4 ഉള്ള ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനും കൂടി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ Z0യും ZLയും കൂടി ഈക്വൽ ആക്കും. ഓക്കെ അങ്ങനെ ഈക്വൽ ആക്കുമ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈൻ ഒക്കെ ഈ ട്രാൻസ്മിഷൻ ലൈൻ ഒരു ഇമ്പിഡൻസ് ആഡ് ചെയ്യുമല്ലോ. ഓക്കെ അപ്പൊ അതിന് Z1 എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ Z1ന്റെ വാല്യൂ എന്തായിരിക്കും വരിക ഈസ് ഈക്വൽ ടു √Z0 ഇൻറ്റു ZL. ഈ Z0യും ZLയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റൂട്ട് എടുത്ത വാല്യൂ ഇക്കാരം ഈ ലൈനിന്റെ ഇംപെഡൻസ് ഉണ്ടാവുന്നത്. ഓക്കെ അതാണ് ഇത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ. നാലാമത്താണ് സ്റ്റെപ്പ് മാച്ചിങ്. ഓക്കെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എ സ്യൂട്ടബിൾ സെക്ഷൻ ഓഫ് ഷോർട്ട് സർക്യൂട്ടഡ് ലൈനിനെയാണ് എന്ന് പറയാറ് സ്റ്റെപ്പ് എന്ന് പറയാറ്. ഓക്കെ സ്യൂട്ടബിൾ സെക്ഷൻസ് ഓഫ് ഷോർട്ട് സർക്യൂട്ടഡ് ലൈൻ ആണെന്ന് സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ അതെന്ത് ചെയ്യും പാരലൽ ആയിട്ട് നമ്മുടെ സെലക്ട് ചെയ്ത ഇംപെഡൻസിനായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ സ്റ്റെപ്സ് ഇൻ പാരലൽ വിത്ത് ദ ലൈൻ അറ്റ് സെലക്റ്റീവ് പൊസിഷൻ പ്രൊഡ്യൂസ് ഇംപെഡൻസ് മാച്ചിങ്. ഓക്കെ അതായത് ഓക്കെ ഇതായിരുന്നു നമ്മുടെ ലോഡ്. ഓക്കെ ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ അവിടെ എന്ത് ചെയ്യും ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ ട്രാൻസ്മിഷൻ ലൈനും കൂടി ഉപയോഗിക്കും. ഇതിനെയാണ് എന്ത് പറയാറ് സ്റ്റെപ്പ് എന്ന് പറയാറ്. ഓക്കെ ഇതാണ് എന്ത് സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ അപ്പൊ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ സ്റ്റെപ്പും ഉണ്ട് ഡബിൾ സ്റ്റെപ്പും ഉണ്ട്. ഓക്കെ അപ്പൊ സ്റ്റെപ്പ് മാച്ചിങ് എന്ന് വെച്ചാൽ എന്താ സ്യൂട്ടബിൾ സെക്ഷൻസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് ലൈന് അതിനാണ് എന്ത് സ്റ്റെപ്പ് എന്ന് പറയാ. അത് നമ്മുടെ ലൈനിനായിട്ട് എന്ത് ചെയ്യും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ ഫോർ ഇംപെഡൻസ് മാച്ചിങ്. സിംഗിൾ സ്റ്റെപ്പും ഉണ്ട് ഡബിൾ സ്റ്റെപ്പും ഉണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ തിയറി മാത്രം നോക്കിയാൽ മതി. അപ്പൊ സിംഗിൾ സ്റ്റെപ്പ് മാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ് ഇതിനായിട്ട് ഒരു സ്റ്റെപ്പ് മാത്രം കണക്ട് ചെയ്യുക. ഡബിൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് എന്ത് ചെയ്യും ഇതിനായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ പൊസിഷൻ ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ നിയറസ്റ്റ് ടു ദ ലോഡ് ഈസ് സെലക്ടഡ് സച്ച് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് ദ ലൈൻ ഇംപെഡൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു Z0. ഓക്കെ അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൊസിഷൻ എടുക്കുകയാണ്. ഓക്കെ ട്രാൻസ്മിഷൻ ലൈൻ എന്ത് ചെയ്യാണ് ഒരു സ്ഥലം എടുക്കുകയാണ്. ആ സ്ഥലത്ത് ഉള്ള ഇംപെഡൻസ് ലൈൻ ഇംപെഡൻസ് ലോഡ് ഈസ് സെലക്ടഡ് സച്ച് ദാറ്റ് ദ റിയൽ പാർട്ട് ഓഫ് ദ ലൈൻ ഇംപെഡൻസ് ഈ Z0 എന്നുള്ളതിന് എന്തുണ്ടാകും റിയൽ പാർട്ട് ഉണ്ടാകും ഇമാജിനറി പാർട്ട് ഉണ്ടാകും. ഓക്കെ ഈ Z0 ഒക്കെ ഉണ്ടല്ലോ ഈ Z0 ഇതിന്റെ ഇമാജിനറി പാർട്ട് ക്യാൻസൽ ചെയ്യണേ. ഓക്കെ ഇമാജിനറി പാർട്ട് ക്യാൻസൽ ചെയ്യണ വാല്യൂ കാരണം ഇതിന് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഇമാജിനറി പാർട്ട് ഈസ് ക്യാൻസൽഡ് ബൈ ദ റിയാക്റ്റൻസ് ഓഫ് സ്റ്റെപ്പ്. ഓക്കെ ഇതിന്റെ ഇമാജിനറി പാർട്ട് ഇത് എന്ത് ചെയ്യണം ക്യാൻസൽ ചെയ്യണം. ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ അഡ്മിറ്റൻസ് എടുക്കുകയാണ്. ഓക്കെ ട്രാൻസ്മിഷൻ ലൈനിന്റെ അഡ്മിറ്റൻസ് എടുക്കുകയാണ് Y0 + JB എന്നാണ്. ഓക്കെ Y0 + JB എന്നാണ്. ഓക്കെ സ്റ്റെപ്പിന്റെ അഡ്മിറ്റൻസ് ആണ് കാണുന്നത് ഇത് -JB എന്നാണ്. അതായത് ഇതിന്റെ ഇമാജിനറി പാർട്ട് ഏതാണ് JB ആണ്. ഇതെന്തായി പോകണം ക്യാൻസൽ ആയി പോകണം. ഓക്കെ ഇത് ക്യാൻസൽ ആയി പോകണമെങ്കിൽ ഒരു -JB ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ സ്റ്റെപ്പിന്റെ അഡ്മിറ്റൻസ് എന്തായിക്കാരം വരിക -JB എന്നുള്ളതായിരിക്കും. ഓക്കെ അപ്പൊ ടോട്ടൽ ഇംപിഡൻസ് ടോട്ടൽ ഇംപിഡൻസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ +JB -JB കൂടി ക്യാൻസൽ ആയി പോയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ Y0 എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണത് ഓവറോൾ ഇൻപുട്ട് അഡ്മിറ്റൻസ്. ഓക്കെ അതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്തും കിട്ടും Z0യും കിട്ടും. ഓക്കെ ഇത്രയാണ് എന്ത് ഇംപിഡൻസ് മാച്ചിങ് എന്നുള്ളത്. ഓക്കെ ഇനി ഇതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരുന്ന മോഡ്യൂൾ 5 പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫസ്റ്റ് പ്രാവശ്യം ചോദിച്ചത് ഒന്ന് ഇംപിഡൻസ് മാച്ചിങ് 3 മാർക്കിന് ചോദിച്ചത്. പിന്നെ വാട്ട് ആർ ദ വേരിയസ് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ RLCG. ഓക്കെ ആ ഫിഗർ വരയ്ക്കുക, അതിനെ കുറിച്ചുള്ള ആ ഡെഫിനിഷൻസ് കൊടുക്കുക. ഓക്കെ പിന്നെ അടുത്ത പ്രാവശ്യം ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ പ്രൈമറി കോൺസ്റ്റന്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഡ്രോ എ നീറ്റ് ഫിഗർ ടു റെപ്രസെന്റ് ഇറ്റ്. ഓക്കെ പ്രൈമറി കോൺസ്റ്റന്റ്സ് ഏതാണ് RLCG എന്നുള്ളതായിരുന്നു പ്രൈമറി കോൺസ്റ്റന്റ്സ്. ഓക്കെ അതിന്റെ ഒരു ഫിഗർ ഉണ്ടായിരുന്നല്ലോ, R ഉം L ഉം സീരീസ് ആയിട്ട് C യും
ജിയും പാരലും ആയിട്ടുള്ളത്. ഓക്കെ, ആ ഫിഗർ എന്ത് ചെയ്യുക, വരയ്ക്കുക. പിന്നെ ഡിഫൈൻ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓഫ് ലോസ്ലെസ് ലൈൻ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, അതായിരുന്നു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് ജെ ഒമേഗ സി എന്നുള്ളതായിരുന്നു. ഓക്കെ, ലോസ്ലെസ് ലൈൻ ആണ്. ലോസ്ലെസ് ലൈന് ആറും ജിയും എന്തേക്കാരം 0 ആയിക്കാരം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് എൽ ബൈ സി എന്നുള്ളത് കിട്ടും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ ഡെഫിനേഷൻ ചെയ്ത ഈക്വേഷൻസും എഴുതി വെക്കുക. ഈ യൂണിറ്റ് ഇംപെഡൻസിന്റെ യൂണിറ്റ് ഓം എന്നുള്ളതും എഴുതി വെക്കുക. ഓക്കെ, പിന്നെ 9ാമത്തെ ഈസ് ദ റീസൺ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ഓക്കെ, ഞാൻ അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് എഴുതാം. 3 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. പിന്നെ എക്സ്പ്ലെയിൻസ് ഇംപെഡൻസ് മാച്ചിങ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഇംപെഡൻസ് മാച്ചിങ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇംപെഡൻസ് മാച്ചിങ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം ചോദിച്ചത് വാട്ട് ആർ ദ കോസസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസിന്റെ കോസസ്. പിന്നെ ഡിഫൈൻ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓഫ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഈ സാധനം തന്നെ ഇതായിരുന്നു 3 മാർക്കിന് ചോദിച്ചിരുന്നത്. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം നോക്കുക. ഈ പ്രോബ്ലം നോക്കുക. ഓക്കെ, ലോസ്ലെസ് ലൈൻ ഓപ്പറേറ്റിംഗ് 100 MHz ഹാസ് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് Z0. ലോസ്ലെസ് ലൈൻ ആണ്, അതിന്റെ ഫ്രീക്വൻസി എന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്താണ്, ലോസ്ലെസ് ലൈന് റൂട്ട് എൽ ബൈ സി എന്നുള്ളത്. ഫേസ് കോൺസ്റ്റന്റ് ബീറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ബീറ്റന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻഡക്റ്റൻസ് പെർ മീറ്റർ ആൻഡ് കപ്പാസിറ്റൻസ് മീറ്റർ. ഓക്കെ, അതാണ് ചോദിച്ചത്. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, ഈ കാര്യങ്ങളൊക്കെ കാണാനാണ് ചോദിച്ചത്. ഇതൊക്കെ ക്ലാസ് നോട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ലോസ്ലെസ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, Z0 തന്നിട്ടുണ്ട്, ബീറ്റും തന്നിട്ടുണ്ട്, എല്ലും സിയും ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ Z0ന്റെ ഇക്വേഷൻ എന്താണ്, റൂട്ട് എൽ ബൈ സി ഇസിക്കൽ ടു 70 ഓം ആണ്. ബീറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഒമേഗ റൂട്ട് എൽ സി എന്ന്. ഓക്കെ, അപ്പൊ ബീറ്റിന്റെ വാല്യൂ നിങ്ങൾ എത്രയാണ്, 3 ആണ്. ഒമേഗന്റെ വാല്യൂ എന്താണ്, 2π എഫ് എന്ന്. എഫ് എത്രയാണ്, 100 × 10⁶ മെഗാഹെഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റൂട്ട് എൽ സി ഉണ്ട്, ഒരു റൂട്ട് എൽ ബൈ സി ഇസിക്കൽ ടു 70 ഓം. ഓക്കെ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് എല്ലിന്റെ വാല്യൂ സിന്റെ വാല്യൂ കണ്ടെത്തുക. ഓക്കെ, പിന്നെ അടുത്ത പ്രാവശ്യം ഒരു SWR എന്താണ്, ഇംപെഡൻസ് മാച്ചിങ് എന്താണ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെറൈവ് വേവ് ഇക്വേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് നീറ്റ് ഫിഗർ. ഓക്കെ, വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളതും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രാവശ്യം ഒപ്റ്റൈൻ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ലൈൻ സൊല്യൂഷൻ. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ വേവ് ഇക്വേഷൻസ് തന്നെ അതിൻ്റെ സ്റ്റേറ്റ് ദ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, ഇത് RLCG, അതിനെ കുറിച്ച് ചോദിച്ചത്. Obtain expression for propagation constant and characteristic impedance in case of lossless transmission line. Propagation constant അതായത് നമ്മുടെ ഇതിന്റെ ഡെറിവേഷൻ തന്നെയാണ് ഈ സംഭവം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കിട്ടിയത്. ഈ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. SWR കാണാനുള്ള ഇതൊക്കെ അതൊന്ന് നോക്കുക. നെക്സ്റ്റ് പ്രാവശ്യം വാട്ട് ഈസ് ഇംപെഡൻസ് മാച്ചിങ് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് എനി 2 ഇംപെഡൻസ് മാച്ചിങ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ഇംപെഡൻസ് മാച്ചിങ് എന്താ പറഞ്ഞു, പിന്നെ ആയിട്ട് ഏതെങ്കിലും ഒരു 2 ഇംപെഡൻസ് മാച്ചിങ്ങിനെ കുറിച്ച് പറയാം. ഈ പ്രോബ്ലം നോക്കുക. എ ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് ദ ഫോളോയിങ് കോൺസ്റ്റന്റ് മെഷേർഡ് പെർ കിലോമീറ്റർ. 6 തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, കണ്ടക്ടൻസ് ആയിട്ടുള്ള ജിയും തന്നിട്ടുണ്ട്. 6, L, C, ജിയും തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, Z0 കാണാൻ ചോദിച്ചത്. Z0ന്റെ ഇക്വേഷൻ എന്തായിരുന്നു, R + J ω L ഡിവൈഡ് ബൈ G + J ω C എന്നാണ്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ, ജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒമേഗ ഇസിക്വൽ ടു എന്താണ്, 2π എഫ് എന്നാണ്. ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്, 796 ഹെർട്സ്. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ കിട്ടും. അതെന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Z0 ആണ്. ഓക്കെ, അതാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ്. പിന്നെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസിക്വൽ ടു R + J ω L ഇൻറ്റു G + J ω C. ഓക്കെ, ഇവിടെ ഡിവൈഡ് ആണ്, ഇവിടെ എന്ത് വരും, മൾട്ടിപ്ലിക്കേഷൻ വരും. ഓക്കെ, വാല്യൂസ് കിട്ടിയത് അതെന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡിഫൈൻ അറ്റന്വേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഫേസ് കോൺസ്റ്റന്റ്, അതായത് ആൽഫ എന്താണ്, ബീറ്റ എന്താണ്, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദിസ് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രൈമറി കോൺസ്റ്റന്റ് ഓഫ് എ ലൈൻ.
ഓക്കെ. അപ്പോ ഇതിന്ന് ഇതിനെ ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് സ്ഥലത്ത് സ്ക്വയർ എടുക്കുക. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അറ്റന്വേഷൻ കോൺസ്റ്റന്റും ഫേസ് കോൺസ്റ്റന്റും കണ്ടെത്താം. ഓക്കെ. ഈ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മളെ 5th മോഡ്യൂളിൽ ഉള്ളത്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കും. ഓക്കെ.